അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട് കെട്ടണമെന്നില്ല. കെട്ടിയിട്ട് ഇങ്ങനെ കണ്ടേ ഉള്ളൂ, അതിൽ കയറി കൂടാനുള്ള ഇത് അച്ഛനുണ്ടായിരുന്നില്ല. എന്നിപ്പോൾ അതേ യോഗം എനിക്കുമായി. ഒരു സാധാരണക്കാരൻ തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ നൽകി പണി തീർത്ത വീടിന്റെ ഗൃഹപ്രവേശനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആ കുടുംബത്തെ തേടി ഒരു ദുരന്തമെത്തിയത്. കാസർഗോഡ് കുറ്റിക്കോൽ ആനക്കല്ലിലെ കെ സദന്റെ പുതിയ വീടിന്റെ അടിത്തറയ്ക്ക് താഴെ ഭൂമിയിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. വീടിനടിയിലുള്ള ഈ ഗർത്തം ഇപ്പോൾ അനുദിനം വലുതാകുന്നുണ്ട്. അപകടകരമായ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണ് ഇതെന്നാണ് ജിയോളജി ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ഒരു ആയുസിന്റെ സമ്പാദ്യം മുഴുവൻ കൺമുന്നിൽ അപകടത്തിലായത് കണ്ട് വിതുമ്പുകയാണ് ഈ കുടുംബം. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ, കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഉപ്പള, കാസർഗോഡ്, നീലേശ്വരം, കാഞ്ഞങ്ങാട്. ഒന്നാ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ വീട് പണി തുടങ്ങുമ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വീട് കെട്ടണമെന്നില്ല. കെട്ടിയിട്ട് ഇങ്ങനെ കണ്ടേ ഉള്ളൂ, അതിൽ കയറി കൂടാനുള്ള ഇത് അച്ഛനുണ്ടായിരുന്നില്ല. എന്നിപ്പോൾ അതേ യോഗം എനിക്കുമായി. ഇങ്ങനെയൊരു ഗതി ഇനി മറ്റാർക്കും വരുത്തരുതേ. സദന്റെ ഈ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട് ആ കുടുംബം അനുഭവിക്കുന്ന വേദന മുഴുവൻ. ടൈൽസ് പണിക്കാരനായ സദൻ കൂലിപ്പണിയെടുത്തും വിയർപ്പൊഴുക്കിയും സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഴുവൻ നൽകിയാണ് 1350 സ്ക്വയർ ഫീറ്റുള്ള ഈ കോൺക്രീറ്റ് വീട് നിർമ്മിച്ചത്. എന്നാൽ ആ സ്വപ്നഭവനത്തിന്റെ അടിത്തറയ്ക്കും ഭൂമിക്കും ഇടയിൽ വലിയൊരു ഗർത്തം രൂപപ്പെട്ടതോടെ ഇവരുടെ സകല പ്രതീക്ഷകളും തകിടം മറിയുകയായിരുന്നു. 3 ആഴ്ച മുൻപ് കക്കൂസ് കുഴിയെടുക്കുന്നതിനിടെ 2 മീറ്റർ താഴ്ചയെത്തിയപ്പോൾ പെട്ടെന്ന് മണ്ണ് താഴ്ന്നു പോയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അന്ന് മണ്ണിട്ട് മൂടിയെങ്കിലും ഭൂമി വീണ്ടും താഴേക്ക് പോയി വിസ്താരത്തിലും ആഴത്തിലും വലിയ ഗർത്തമായി മാറി. നിലവിൽ ഈ ഗർത്തത്തിനകത്ത് പലയിടത്തും 3 ആൾ പൊക്കത്തിൽ വിടവുണ്ട്. ഓരോ മഴ പെയ്യുമ്പോഴും വീടിനടിയിലൂടെ കുത്തിയൊലിക്കുന്ന വെള്ളം ഈ വലിയ ഗർത്തത്തെ കൂടുതൽ വലുതാക്കുകയാണ്. ഗർത്തത്തിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം 150 മീറ്റർ താഴെയുള്ള കുളത്തിലേക്കാണ് വീഴുന്നത്. എഞ്ചിനീയർ പ്ലാൻ വരച്ചതൊഴിച്ചാൽ നിർമ്മാണം മുഴുവൻ സദന്റെ സ്വന്തം മേൽനോട്ടത്തിലായിരുന്നു. അമ്മ നാരായണിക്കും ഭാര്യ രമ്യയ്ക്കും ബന്തെടുക്ക സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾ ആദിൽ ദേവിനും ആദിലക്ഷ്മിക്കുമൊപ്പം ഈ പുതിയ വീട്ടിൽ താമസം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ സംഭവം. തുടങ്ങിയിട്ട് 3 വർഷമായി. അപ്പോൾ ഈ 28-ാം തീയതി കുടി കൂടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിന് വേണ്ടി ബാക്കിൽ കുഴി ഒഴിച്ചത്. കുഴി ഒഴിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ ചെറിയ ഇടിഞ്ഞ് താഴോട്ട് വീണു. അപ്പം ചെറുതായിരിക്കുന്നില്ല കണക്കൂട്ടി. പിന്നെയാണ് ഇത് ഇത്ര വലുതെന്ന് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോയിക്കൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടിഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന സേഫ്റ്റി അല്ലാത്ത രീതിയിലാണ് ഇറങ്ങാത്തത്. അതിൻ്റെ അകത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ എത്രത്തോളം അത് നമ്മളെ ഈ വീടിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീട്ടിൽ കയറി കൂടുതലൊരു മാനസികാവസ്ഥയിലല്ല. ഭാര്യയുടെ സ്വർണം വിറ്റു, ബാങ്ക് ലോണുണ്ട്, പിന്നെ സുഹൃത്തുക്കളോട് സഹായം കിട്ടുന്നവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചാൽ കടം തിരിച്ചു കൊടുക്കേണ്ടത്. അന്ന് കുഴിയെടുത്തത് 1 മീറ്റർ മാറിയായിരുന്നെങ്കിൽ അടിത്തറയ്ക്ക് താഴെയുള്ള ഈ ഭീമൻ ഗർത്തം ആരുടെയും ശ്രദ്ധയിൽപ്പെടുമായിരുന്നില്ല. സോയിൽ പൈപ്പിംഗ് അഥവാ കുഴലീകൃത മണ്ണൊലിപ്പ് എന്ന പ്രതിഭാസമാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് ജിയോളജി വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഈ പുതിയ സംഭവം പ്രദേശവാസികളെയും വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങളും പരിഹാരമാർഗങ്ങളും വ്യക്തമാകൂ. അതുവരെ തങ്ങളുടെ സ്വപ്നഭവനത്തിന് എന്തു സംഭവിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ക്യാമറ പേഴ്സൺ ആൽസ്റ്റൺ റോഡ്രിഗസിനൊപ്പം ബിന്ദുജ ജയ്, ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.